ഹായ് ഓൾ, ഇന്ന് പോകുന്നത് നോർത്ത് കരോളിന മാർഷലിലേക്കാണ്. ഇവിടെ നിന്ന് 4.5 hours കേട്ടോ മാർഷലിലേക്ക് പോകാനായിട്ട്. ഈ മോട്ടോർ ബൈക്കേഴ്സ് എല്ലാവരും നല്ല പ്രായമുള്ളവരാണ് കേട്ടോ. എല്ലാവരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ എന്ത് പോസിറ്റിവിറ്റി അല്ലേ. നോർത്ത് കരോളിനായിട്ട് ഞങ്ങൾ ഇംഗിൾസിൽ ഷോപ്പിങ്ങിന് വന്നു. ഞങ്ങളിപ്പോൾ പോകുന്ന എയർബിഎൻബി വീട് കുറേ നാളായിട്ട് ഞങ്ങൾ നോക്കി വെച്ചേക്കുന്ന കേട്ടോ. ഇപ്പോഴാണ് അത് അവൈലബിൾ ആയത്. ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഗൂഗിൾ മാപ്പ് ഞങ്ങളുടെ വീടൊക്കെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് നിർത്തി. ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തുമെന്ന് നോക്കി ലാസ്റ്റ് ഹോസ്റ്റിനെയൊക്കെ വിളിച്ച ഒരു തരത്തിലാട്ടോ ഈ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇതാണ് ആ കാണുന്ന വീട്. ഒരു ഏക്കർ ഹോമാണ് കേട്ടോ ഇത്. എന്ത് വലിയ വീടാണല്ലേ. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ വലിയൊരു ഹാളാണ്, നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. പിന്നെ ആ കാണുന്ന കിച്ചൻ്റെ അടുത്ത് തന്നെ ഡൈനിങ് ഏരിയ ഉണ്ട്. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒത്തിരി ഗെയിംസ്, മോണോപ്ലേ, അങ്ങനെ പല ഗെയിംസും കാർഡ് ഗെയിംസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന പൂൾ ടേബിളിൻ്റെ ഒരു ഏരിയ. പിന്നെ ഇതാണ് കേട്ടോ മാസ്റ്റർ ബെഡ്റൂം. അത് വളരെ സ്പേഷ്യസ് ആണ്. അതിൻ്റെ ബാത്റൂം തന്നെ നോക്കിയാലും നല്ല സ്പേഷ്യസ് ആണ്. ബാത്ത് ടബും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി വരുന്ന എനിക്ക് വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള റൂം ഇത്. അപ്സ്റ്റേഴ്സിൽ ഒരേ ഒരു റൂമാണ്. ആ റൂമിൽ ഒരു ക്യൂൻ ബെഡും 2 ട്വിൻ ബെഡുമാണ് ഉള്ളത്. അവിടെ നിന്ന് നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ വേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നല്ല വ്യൂ ആട്ടോ. അത് കഴിയുമ്പോഴത്തേന് വരുന്നത് ഒരു ക്ലോസറ്റാട്ടോ ഇത്. ക്ലോസറ്റ്, പിന്നെ അവിടെ ഒരു ബാത്റൂമുണ്ട്. പിന്നെ ഒരു ഓണർ സ്പേസ് എന്ന് പറഞ്ഞൊരു റൂം ലോക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ഫ്ലോറിൽ. ഇത് ഗ്രൗണ്ട് ഫ്ലോറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വലിയൊരു കിങ് സൈസ് ബെഡും ഒരു ക്യൂൻ സൈസ് ബെഡും പിന്നെ 2 ട്വിൻ ബെഡും ഉണ്ട്. അതിനെ ഷെയർ ചെയ്യാനായിട്ട് 2 ബാത്റൂംസും. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഗ്രൗണ്ട് ലെവലിൽ പിയോനയും പിന്നെ ഒരു ഹോളുമാണ് ഉള്ളത്. പിന്നെ ഗരാജ് വരുന്നതിൽ നമുക്കൊരു 6 വണ്ടി പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള അത്രയും വലിയ ഗരാജായിരുന്നു വരുന്നത്. സ്വിമ്മിംഗ് പൂൾ നല്ല സ്പേഷ്യസ് സ്വിമ്മിംഗ് പൂളായിരുന്നു. പിന്നെ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൺസെറ്റ് വ്യൂ ആണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇത് ഏക്കർ ഹോം ആയതുകൊണ്ട് അതെല്ലാം ഈ വീടിൻ്റെ തന്നെ സ്ഥലങ്ങളാണ്. ഇതാണ് ഞങ്ങളുടെ ഡാഡി. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും മോസ്റ്റ് ഫണിയസ്റ്റ് പേഴ്സൺ ആണ്. പിന്നെ ഞങ്ങൾ നൈറ്റ് നല്ല ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇതാണ് വ്യൂ വരുന്നത്. നമ്മൾ മുകളിലത്തെ റൂമിൽ നിന്ന് കാണുന്നതാണ്. ഞങ്ങൾ ദോശയും ഒക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ പിള്ളേർ താഴെ ഇറങ്ങി ഇങ്ങനെ പിയാനോ ഒക്കെ കളിച്ച് ഞങ്ങൾ വെടി ഗാർഡനിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് റോക്സി എന്ന് പറഞ്ഞൊരു പട്ടി ഞങ്ങളെ ഫോളോ ചെയ്യുന്നത്. അവിടെ എത്തിയത്. റോക്സി എന്നുള്ള പേര് അവൻ്റെ കഴുത്തിൽ തന്നെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് അവൻ്റെ പേര് കിട്ടിയത്. അവൻ ഭയങ്കര ഫണ്ണായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളോട് കളിച്ചു. ഈ രാവിലെയും കളിച്ചു, പിന്നെ വൈകുന്നേരം ഞങ്ങളുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ എല്ലാവരും റോക്സിയായിട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി എല്ലാവരും കൂടെ വാട്ടർ ബലൂണൊക്കെ കുറേ നേരം കളിച്ചു കേട്ടോ. നമ്മുടെ നാട്ടിൽ എറുപന്ത് കളിക്കുന്ന പോലെ തന്നെയാണ് ആ വാട്ടർ ബലൂൺ കൊട്ട് എറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. അത് പൊട്ടുന്നുമില്ല, തിരിച്ച് കല്ലൊക്കെ എടുത്ത് എറിയുന്ന പോലെ നല്ല, പക്ഷേ ഫണ്ണായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി കളിച്ചു. അവരെവിടെ പോകിയത്? അവിടെ പോയി. ഓണറി 3, 2, 1. ഈ കാണുന്ന കഥാപാത്രത്തിന് ഏതെങ്കിലും കാർട്ടൂൺ ക്യാരക്ടറുമായിട്ട് സാമ്യമുണ്ടെങ്കിൽ അത് വെറും സാങ്കല്പികം മാത്രമാണ്.
അങ്ങനെ ഞങ്ങളിങ്ങനെ നീന്തിക്കൊണ്ടിരുന്നപ്പോൾ റോക്സി അവിടെ നിന്ന് ഞങ്ങൾ നോക്കി നിൽക്കുക കേട്ടോ. ഞങ്ങൾ എപ്പോഴാണ് കളിക്കാൻ വരുന്നതെന്ന് നോക്കി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇത് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് ഈ വീട്ടിൽ. നെക്സ്റ്റ് ഡേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഈ വീട്ടിലായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രാവശ്യം മുഴുവൻ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഒരു ഓൾഡ് കൺട്രി സൈഡ് ബ്രഞ്ചായിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ മേല. അങ്ങനെ ഞങ്ങൾ തിരിച്ചൊരു വലിയൊരു ടണൽ വഴിയൊക്കെയാണ് പോകുന്നത്. ടണലാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ലൈറ്റൊക്കെ ഇട്ട്. നമ്മുടെ ദുബായിലെ ടണൽസ് ഒന്നും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അല്ല. നമുക്ക് അവർ ഒക്കെ കാണുവാണെങ്കിൽ വിചാരിക്കും അമേരിക്കയിലെ ടണലുകൾ തന്നെ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. എന്നാലും നമുക്ക് ഇവിടെ ഒരു ടണൽ കാണുമ്പോൾ അതിൻ്റേതായൊരു ഫൺ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എല്ലാവരും ബ്രഞ്ചൊക്കെ കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ എല്ലാവരും ഒരു മയക്കമൊക്കെ തുടങ്ങി. മൈനമ്മയുടെ മയക്കമാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഫൈനലി ഞങ്ങൾ മലയൊക്കെ ഇറങ്ങുകയാണ്. കയറിയ മലയെല്ലാം നമ്മൾ തിരിച്ചിറങ്ങണമല്ലോ വീട്ടിൽ പോകണമെങ്കിൽ. ഞങ്ങൾ അങ്ങനെ വേറെ വലിയൊരു സ്റ്റോപ്പൊന്നും ഇല്ലായിരുന്നു കേട്ടോ പോരുന്ന വഴിക്ക്. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ മലയൊക്കെ ഇറങ്ങി ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി. അങ്ങനെ അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.